അത്യുന്നതനായ സകലത്തിൻ്റെയും സൃഷ്ടാവായ കാരുണ്യവാനായ നമ്മുടെ പിതാവിന് നമുക്കെല്ലാം മഹത്വം നൽകാം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് മക്കൾക്ക് ജന്മം നൽകി എല്ലാ മക്കളുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന വാത്സല്യനിധിയായ അത്യുന്നത ദൈവം, സ്വർഗസ്ഥനായ പിതാവ് എല്ലാറ്റിലും ഉപരി വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് എല്ലാ സ്തുതിയും മഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, 2 പത്രോസ് 2-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല. പാപം ചെയ്ത ദൂതന്മാരെ, ശപിക്കപ്പെട്ട മാലാഖമാരെ ദൈവം വെറുതെ വിട്ടില്ല. വിധി ദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾ കുഴികളിലേക്ക് തള്ളിവിട്ടു. അപ്പോൾ വിധിയുടെ ദിനത്തിൽ അവർ നിത്യശിക്ഷ നേടും. ഈ ശപിക്കപ്പെട്ട മാലാഖമാരുടെ നേതാവായിരുന്ന ലൂസിഫറിനെ കുറിച്ച് എസെക്കിയേലിന്റെ പുസ്തകത്തിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അവൻ എന്നേക്കുമായി ഇല്ലാതാകും എന്നാണ്. ദുഷ്ടരുടെ മേൽ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് അവിടുന്ന് കാരുണ്യം കാണിച്ചില്ല. ആ ദൈവവചനം ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. ദുഷ്ടരുടെ മേൽ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് അവിടുന്ന് കാരുണ്യം കാണിച്ചില്ല. എന്നാൽ നീതിയുടെ മുന്നോടിയായ നോഹയെ മറ്റ് 7 പേരോടുകൂടെ അവിടുന്ന് കാത്തുരക്ഷിച്ചു. സോദോം ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു. അങ്ങനെ ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് അവിടുന്ന് ഒരു ഗുണപാഠം നൽകി. അപ്പോൾ ഈ വചനഭാഗത്ത് പരാമർശിച്ചിരിക്കുന്ന 2 സംഭവങ്ങൾ, നോഹയുടെ കാലത്ത് ഒരു വലിയ സമൂഹത്തെ ജലപ്രളയത്താൽ നശിപ്പിച്ചതും സോദോം ഗൊമോറ തുടങ്ങിയ പഞ്ചനഗരങ്ങളിലെ ദുഷ്ടരായ മനുഷ്യരെ ആകാശത്തു നിന്ന് തീയും ഗന്ധകവും ഇറക്കി ചാമ്പലാക്കിക്കൊണ്ട് നശിപ്പിച്ചതും, ആ സംഭവങ്ങളെക്കുറിച്ച് പരിശുദ്ധ ബൈബിളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി വച്ചിരിക്കുന്നതും ഒരു വലിയ ഗുണപാഠമായിട്ടാണ് എന്ന് നാം വായിക്കുന്നു. ആർക്കാണ് ഗുണപാഠം? ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് ഒരു ഗുണപാഠം. അതാരാണ്? പരിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ കാണാം, അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കുറിച്ചാണ് ഈ പറയുന്നത്. ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർ. എപ്പോഴാണോ ദൈവത്തിൻ്റെ ക്രോധവും ഈ ദുഷ്ടമനുഷ്യരുടെ ശിക്ഷകളും വന്നു പതിക്കുന്നത്, അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ. അത് അവസാന കാലത്താണ്. ഇവിടെ 2 തിമോഥെയോസ് 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാം, ഈ അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണ് ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരും, പിന്നെ അനേകം തിന്മകൾക്ക് അടിമപ്പെട്ടവരും, കൃതജ്ഞരും, മനുഷ്യത്വമില്ലാത്തവരും, ക്രൂരന്മാരും, എടുത്തുചാട്ടക്കാരും, ഒന്നിനെയും വകവെക്കാത്തവരും ഒക്കെയായ മനുഷ്യർ ജീവിച്ചിരിക്കും എന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന കാലമാണ് അവസാന കാലം. അതാണ് ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവരുടെ കാലം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക്, രക്ഷ പ്രാപിക്കേണ്ടവർക്ക് ഗുണപാഠമായിട്ടാണ് ഇതെഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഗൗരവത്തോടെ ഓരോ ദൈവമക്കളും, അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന ഓരോ ദൈവമക്കളും പരിശോധിക്കേണ്ട, പഠിക്കേണ്ട, ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു ഗുണപാഠമാണ് ഇത്. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം ആ ശിക്ഷിക്കപ്പെട്ട ജനത്തോട്, ആ പഴയ ലോകത്തോട് കരുണ കാണിച്ചില്ല. ദൈവം കരുണ കാണിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ വായിക്കുമ്പോൾ ഒരൊറ്റപ്പെട്ടൊരു വചനത്തിലല്ല, അത് മാത്രമല്ല ഇത്. പരിശുദ്ധ ബൈബിളിൽ ഉടനീളം ദൈവം കരുണയുള്ളവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു.
എന്നാൽ ദൈവം കരുണ കാണിക്കാത്ത സമയത്തെക്കുറിച്ചും താക്കീത് നൽകിയിട്ടുണ്ട്, ഗുണപാഠം നൽകിയിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നൊരു ദൈവത്തെക്കുറിച്ച്, ഒരു പിതാവിനെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുകയും കേൾക്കുകയും പഠിക്കുന്ന ക്രിസ്ത്യാനി സാധാരണ എന്ത് കരുതും? അല്ല, എന്താണ് ഇപ്പോൾ കരുതുന്നത്? ദൈവം സ്നേഹമാണ്, ദൈവം കരുണാമയനാണ്. അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാം. അങ്ങനെ ഒരു ദൈവത്തെയാണ് പരിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുക, ദൈവപിതാവിനെ. 1 യോഹന്നാൻ 4:8-10. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ഇത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ദൈവം സ്നേഹമാണ്, അത് സത്യമാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്, ദൈവപുത്രൻ തന്നെയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പിതാവായ ദൈവം സ്നേഹമാണ്. അവിടുത്തെ എല്ലാ പ്രവൃത്തികളും മക്കളോടുള്ള സ്നേഹത്തിൽ നിന്നാണ് അവിടെ ചെയ്തത്. മക്കൾക്ക് ജന്മം നൽകിയതും, മക്കളെ സൃഷ്ടിച്ചതും, മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതും, മക്കൾക്കെല്ലാം നൽകിയതും, ഇന്ന് മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതും, മക്കൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി വച്ചിരിക്കുന്നതും, മക്കൾക്ക് വേണ്ടി തനിക്കുള്ളതെല്ലാം നൽകിയതും, എല്ലാം ത്യജിച്ചതും എല്ലാം അവിടുന്ന് സ്നേഹമായതുകൊണ്ടാണ്. ഏറ്റവും വലിയ സത്യമാണ് ദൈവം സ്നേഹമാണ്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി, നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നതിനായി, ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ നാം നിത്യജീവൻ സ്വന്തമാക്കേണ്ടതിനായി അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് വിശ്വസിക്കുന്നവർക്കാണ് ഈ സ്നേഹം വെളിപ്പെടുന്നത് മനസ്സിലാവുകയുള്ളൂ. ദൈവം നാം ജീവിക്കുന്നതിനായി അവിടുത്തെ പുത്രനെ അയച്ചു. ഒരു വരവിൽ മാത്രമല്ല, രണ്ടാം വരവിലാണ് നിത്യജീവൻ നൽകുന്നത്. അപ്പോൾ നിത്യജീവൻ നൽകാനും ദൈവം തൻ്റെ പുത്രനെ അയച്ചു എന്ന് വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെട്ടത് മനസ്സിലാവുള്ളൂ, അത് ഗ്രഹിക്കാൻ കഴിയുള്ളൂ. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. അപ്പോൾ ഈ പ്രവൃത്തിയിൽ വിശ്വസിക്കാത്ത ആർക്കും ദൈവത്തിൻ്റെ ഈ സ്നേഹം തിരിച്ചറിയാനോ അതിന് പ്രത്യുത്തരം നൽകാനോ ഈ സ്നേഹത്തിൽ ആനന്ദിക്കാനോ അഭിമാനിക്കാനോ ഒന്നും കഴിയില്ല. അപ്പോൾ ഈ സ്നേഹം തിരിച്ചറിയണമെങ്കിൽ തന്നെ വിശ്വസിക്കണം. അപ്പോൾ ദൈവം സ്നേഹമാണ്, പിതാവ് സ്നേഹമാണ്. നിയമാവർത്തനം 4:31. നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അപ്പോൾ പരിശുദ്ധ ബൈബിളിൻ്റെ താളുകളിലുടനീളം നാം കാണുന്നത് കരുണയുള്ള ദൈവത്തെയാണ്. ചില ആളുകൾ അബദ്ധത്തിൽ പറയുന്നുണ്ട്, പഴയ നിയമത്തിലെ ദൈവം ക്രൂരനാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊക്കെ യേശുക്രിസ്തു വന്ന് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. യേശുക്രിസ്തു വന്നിട്ട് ദൈവത്തെക്കുറിച്ചുള്ള ഒരു വചനവും മാറ്റിയിട്ടില്ല. കാരണം എല്ലാ ദൈവവചനങ്ങളും സത്യമാണ്. അനേകം മനുഷ്യരുടെ തെറ്റിദ്ധാരണയാണ് പഴയ നിയമത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ചിത്രം മാറ്റി യേശുക്രിസ്തു പുതിയൊരു ചിത്രം നൽകിയത്. ഇല്ല, യേശുക്രിസ്തു പറഞ്ഞതും പഴയ നിയമത്തിൽ പ്രവാചകന്മാർ വഴി പറഞ്ഞിട്ടുള്ളതും മോശ വഴി വെളിപ്പെടുത്തപ്പെട്ടുള്ളതും ഏതെങ്കിലും പ്രവാചകന്മാർ വഴി പറയപ്പെട്ടുള്ളതുമായ എല്ലാ വചനങ്ങളും കാണിക്കുന്ന ദൈവം പിതാവ് ഒരേ ഒരാൾ തന്നെയാണ്. ഒന്നും മാറ്റി എഴുതാനല്ല ദൈവപുത്രൻ വന്നത്, അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കാൻ, നിയമത്തെയും പ്രവാചകന്മാരെയും പൂർത്തിയാക്കാൻ വേണ്ടിയാണ് അവൻ വന്നത്. അപ്പോൾ ദൈവം കരുണയുള്ള പിതാവാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. ഈ വചനങ്ങൾ സത്യമാണ്. ദൈവം ഒരിക്കലും അവിടുത്തെ മക്കളെ കൈവിടില്ല. ദൈവം ഒരിക്കലും അവിടുത്തെ മക്കളെ നിത്യശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കില്ല. മക്കളുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് തന്നെ ഈ പ്രവൃത്തി അവിടുന്ന് ചെയ്യും. അപ്പോൾ ദൈവം അതിനെ സാക്ഷ്യപ്പെടുത്തുന്നു, ദൈവം കരുണാമയനാണ്. വീണ്ടും സങ്കീർത്തനങ്ങൾ 13:5-6. ഇവിടെ സങ്കീർത്തനായ ദാവീദ് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുകയും ആ കരുണയെക്കുറിച്ച് പാടുകയും ചെയ്ത് നമുക്ക് കാണാം. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയിൽ ആണ് നമ്മുടെ ആശ്രയം. എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. അത് യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിൽ ലഭിച്ച രക്ഷയുടെ അഡ്വാൻസിനെ കുറിച്ച് മാത്രമല്ല പറയണം. അതിൻ്റെ പൂർണ്ണത യേശുക്രിസ്തു രണ്ടാം വരവിൽ നമുക്ക് തരുമ്പോൾ, അതായത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഒരു രക്ഷയാണ്.
യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഒരു രക്ഷ. ആ രക്ഷയിൽ ആനന്ദം കൊള്ളണമെങ്കിൽ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കണം. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. ഈ കരുണയെ പ്രതി, ഈ സ്നേഹത്തെ പ്രതി, ഈ രക്ഷയെ പ്രതി അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധ ബൈബിൾ ഉടനീളം നമുക്ക് കാണാം, ദൈവമായ കർത്താവ്, അത്യുന്നതനായ പിതാവ് ദാവീദിനോട് അതിരറ്റ കരുണ കാണിച്ചവനാണ്. അത് 3000 വർഷം മുമ്പ് മാത്രമല്ല, ഈ വചനങ്ങൾ അനേകം പ്രവചനങ്ങളാണ്. അപ്പോൾ ദൈവമായ കർത്താവിൽ കരുണയിൽ ആശ്രയിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു. വീണ്ടും പ്രഭാഷണ പുസ്തകം 2-ാം അധ്യായം 11-ാം വചനം, കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. ഇവിടെ ഈ ക്വാളിറ്റികളെല്ലാം, ഈ ഗുണങ്ങളെല്ലാം നമ്മൾ മനുഷ്യരിൽ വിലമതിക്കുന്നതാണ്. എന്നാൽ നമ്മൾ മനുഷ്യരിൽ കാണുന്ന ഈ കരുണയും ആർദ്രതയും എല്ലാം അത്യുന്നതനായ സ്വർഗസ്ഥനായ പിതാവിലുള്ള ആർദ്രതയുടെയും കാരുണ്യത്തിൻ്റെയും ചെറിയൊരു അംശം മാത്രമാണ്. മനുഷ്യരിൽ കാണുന്ന കരുണയെയും ആർദ്രതയും നമ്മൾ വിലമതിക്കുകയും ശ്ലാഘിക്കുകയും ചെയ്യുമെങ്കിൽ അതിൻ്റെ പൂർണ്ണതയുള്ള സത്യുന്നതനായ പിതാവിനെ നാം എത്രമാത്രം ബഹുമാനിക്കുകയും ആദരിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യണം. കാരണം അവിടുന്ന് ആർദ്രതയുടെ പൂർണ്ണതയാണ്, അവിടുന്ന് കരുണയുടെ പൂർണ്ണതയാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. ഇതേതാണ് ഈ കഷ്ടതയുടെ ദിനം? നമ്മൾ തൊട്ടും ഒരു വചനം വായിച്ചു, അന്ത്യകാലത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ. അവിടെ എഴുതിയിട്ടുണ്ട്, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അവസാനത്തെ കാലത്ത് ക്ലേശപൂർണമായ ദിനങ്ങൾ വരും. അപ്പോൾ അന്ത്യകാലത്ത് ഈ ലോകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശിക്ഷകളും പ്രതികാരവും ഒക്കെ വന്നു പതിക്കുന്ന, സാത്താൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ശിക്ഷ നടപ്പിലാക്കപ്പെടുന്ന കാലഘട്ടത്തെയാണ് എപ്പോഴും കഷ്ടതയുടെ ദിനങ്ങൾ എന്ന് പരിശുദ്ധ ബൈബിൾ പ്രവചനത്തോടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കഷ്ടതയുടെ ദിനങ്ങൾ, ആ ദിനങ്ങളിൽ നമ്മെ രക്ഷിക്കുന്ന, നമ്മെ സഹായിക്കുന്ന കരുണാമയനായ ദൈവം. ജ്ഞാനം 16:24, ദൈവപിതാവ് മാത്രമല്ല ദൈവമക്കളോട് കരുണ കാണിക്കുന്നത്, ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളും ദൈവമക്കളോട് കരുണ കാണിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ രഹസ്യങ്ങളെ അന്ത്യകാലത്താണ് വെളിപ്പെടുത്തപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ദൈവം ദുഷ്ടർക്കെതിരെ, നീചർക്കെതിരെ, സാത്താനെതിരെ അവിടുത്തെ ആയുധങ്ങളാക്കുന്നത് സൃഷ്ടികളെയാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എല്ലാ സൃഷ്ടികളും നീചന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ സ്രഷ്ടാവിൻ്റെ പക്ഷത്ത് അണിനിരക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതേ സൃഷ്ടികൾ ദൈവമക്കളോട് കരുണ കാണിക്കുന്നു. അതായത് ആരോടാണോ ദൈവത്തിന് കരുണ, ആ ദൈവമക്കളോട് സൃഷ്ടിയും കരുണ കാണിക്കുന്നതായി എഴുതപ്പെട്ടിരിക്കുന്നു. കരുണ കാണിക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. സ്രഷ്ടാവായ അവിടുത്തെ സേവിക്കുന്ന സൃഷ്ടി. ഇപ്പോൾ സൃഷ്ടിയുടെ ജോലി ദൈവത്തെ സേവിക്കാൻ, അധർമ്മികളെ ശിക്ഷിക്കാൻ വെമ്പൽ കൊള്ളുകയും അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയിൽ പ്രത്യാശ വയ്ക്കുന്ന ദൈവമക്കളോട് പ്രതികാരത്തിൻ്റെ ശിക്ഷയുടെ നാളുകളിൽ ദൈവം മാത്രമല്ല കരുണ കാണിക്കുക, സൃഷ്ടികളും കരുണ കാണിക്കുന്നു. അപ്പോൾ ഇതെല്ലാം, ഈ വചനങ്ങളെല്ലാം ഞാൻ സാമ്പിളുകളായി സൂചിപ്പിച്ചത് നമുക്കറിയാവുന്നൊരു വലിയ സത്യം ഒന്ന് ഏറ്റുപറയാനാണ്. ദൈവം സ്നേഹമാണ്, ദൈവം കരുണാമയനാണ്. അപ്പോൾ യേശു ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്ന പിതാവ് അങ്ങനെ ഒരുവനാണ്. പാപികളോട് ക്ഷമിക്കുന്ന ദൈവം, ധൂർത്തപുത്രൻ്റെ വരവ് ദൂരെ നിന്ന് തന്നെ കാണുന്നതിനായി അവൻ്റെ മടങ്ങി വരുവിന് വേണ്ടി കണ്ണും നട്ട് കാത്തിരിക്കുന്ന വാത്സല്യനിധിയായ ഒരു പിതാവ്. അത് യേശു ക്രിസ്തു കാണിച്ചു തന്ന ദൈവത്തിൻ്റെ കരുണയുടെ മുഖം. അവൻ കാൽവരിയിൽ പീഡനമേറ്റ് രക്തം ചിന്തി മരിച്ചതെല്ലാം നമ്മുടെ പിതാവിൻ്റെ സ്നേഹമാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്ന യേശു ക്രിസ്തു. പിതാവിൻ്റെ സ്നേഹമാ കാൽവരിയിൽ പുത്രനിലൂടെ വെളിപ്പെട്ടത്. പിതാവിൻ്റെ സ്നേഹമാ അവിടെ നമുക്ക് നൽകുന്ന ഓരോ ക്ഷമയിലും നാം കാണുന്നത്. അപ്പോൾ അത്രമാത്രം വാത്സല്യനിധിയായ ഒരു പിതാവ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ദൈവമെന്ന നാണയത്തിൻ്റെ ഒരു വശം സ്നേഹമാണെങ്കിൽ അതിൻ്റെ മറുപുറമാണ് നീതി. നീതിയില്ലാത്ത സ്നേഹം
യഥാർത്ഥ സ്നേഹമല്ല, ദൈവിക സ്നേഹമല്ല. അനീതി പ്രവർത്തിക്കുന്ന സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതല്ല. അപ്പോൾ സ്നേഹം സ്നേഹമാകണമെങ്കിൽ ആ സ്നേഹം പുറപ്പെടുന്ന ദൈവം നീതിമാനുമായിരിക്കണം. നീതിമാനായ ദൈവത്തിൻ്റെ നീതി മക്കൾക്ക് നന്മയായി തീരണമെങ്കിൽ ആ നീതി പുറപ്പെടുന്ന ദൈവം സ്നേഹവുമായിരിക്കണം. അങ്ങനെ നീതിമാനായ, സ്നേഹനിധിയായ, കരുണാമയനായ ദൈവമാണ് സകലത്തിൻ്റെയും സ്രഷ്ടാവായ നമ്മുടെ പിതാവായ ദൈവം. അപ്പോൾ ആ ദൈവത്തിന് എല്ലാ മഹത്വവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രഭാഷണ പുസ്തകം 16-ാം അധ്യായം 6 മുതൽ 23 വരെ വചനങ്ങൾ. പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി ജ്വലിക്കുന്നു, അനുസരണമില്ലാത്ത ജനത ക്രോധമാളി കത്തിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം ഈ ലോകത്തിൻ്റെ മേൽ പതിക്കുന്ന സമയമാണ് അവസാന കാലമെന്ന് അനേക വചനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്രോധം ആളിക്കത്തിക്കുന്നത് ജനത്തിൻ്റെ അനുസരണമില്ലായ്മയാണ്. ഈ കാലം മുഴുവനുള്ള അനുസരണമില്ലായ്മ. സ്വശക്തിയിൽ വിശ്വസിച്ച് ദൈവത്തോട് മത്സരിച്ച പുരാതന മല്ലന്മാരോട് അവിടുന്ന് ക്ഷമിച്ചില്ല. ഈ വചനങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൂടുതൽ കൊണ്ടുവരുന്നത്. സ്വശക്തിയിൽ വിശ്വസിച്ച്, തങ്ങളുടെ കായിക ബലത്തിൽ, തങ്ങളുടെ അറിവിൽ, തങ്ങളുടെ ശക്തിയിൽ വിശ്വസിച്ച് ദൈവത്തെ ധിക്കരിച്ച് ദൈവത്തോട് മത്സരിച്ച, ധിക്കരിച്ച പുരാതന മല്ലന്മാരോട്, പുരാതന കാലത്തെ മല്ലന്മാരായ മനുഷ്യരോട്, അതികായന്മാരോട് ദൈവം ക്ഷമിച്ചില്ല, അഥവാ കരുണ കാണിച്ചില്ല. അപ്പോൾ കരുണാമയനായ ദൈവം കരുണ കാണിക്കുന്നില്ല ഇവിടെ. ലോത്തിൻ്റെ അയൽക്കാരെ അഹങ്കാരം നിമിത്തം അവിടുന്ന് വെറുത്തു. ആ വെറുത്തവരെയാണ് ദൈവം തീയും ഗന്ധകവും ഇറക്കി ചാമ്പലാക്കിയത്. അവരെ വെറുത്തു. അവിടുന്ന് അവരെ വെറുതെ വിട്ടില്ല, അഥവാ അവരോട് കരുണ കാണിച്ചില്ല. കരുണാമയനായ ദൈവം കരുണ കാണിച്ചില്ല. നീതിമാനായ ദൈവം കരുണ കാണിച്ചില്ല. നാശത്തിനൊഴിഞ്ഞിട്ട് പാപം മൂലം തൂത്തെറിയപ്പെട്ട ജനത്തോട് അവിടുന്ന് കരുണ കാണിച്ചില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ ശ്രദ്ധയോടെ പരിശോധിക്കണം. ദൈവത്തിൻ്റെ ഈ പ്രവൃത്തി നാം ശ്രദ്ധയോടെ മനസ്സിലാക്കണം. കലാപത്തിന് അണിനിരുന്ന 6 ലക്ഷം ദുർവാശിക്കാരോട് അവിടുന്ന് കരുണ കാണിച്ചില്ല. അവർ മരുഭൂമിയിൽ മരിച്ചു വീണു. കലാപത്തിന് അണിനിരുന്ന 6 ലക്ഷം ദുർവാശിക്കാരോട് അവിടുന്ന് കരുണ കാണിച്ചില്ല. കരുണാമയനായ ദൈവം കരുണ കാണിച്ചില്ല. ദുശ്ശാഠ്യക്കാരൻ ഒരുവനേ ഉള്ളുവെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നെങ്കിൽ അത് അത്ഭുതമാണ്. കരുണയും കോപവും കർത്താവിനോടുകൂടെയുണ്ട്. ഇതാണ് ഇന്ന് വളരെ അപക്വമായ, വികലമായ കാഴ്ചപ്പാട്. തങ്ങളുടേതായ കാഴ്ചപ്പാടിൽ ദൈവത്തെ കാണുന്ന ഒരു വിശ്വാസി എന്ന് പറയുന്നവർ പോലും വെച്ചു പുലർത്തുന്ന നിലപാട്, അല്ലെ മറന്നു പോകുന്ന കാര്യം. കരുണയും കോപവും കർത്താവിനോടുകൂടെയുണ്ട്. ക്ഷമിക്കുമ്പോഴും ക്രോധം ചൊരിയുമ്പോഴും അവിടുത്തെ ശക്തിയാണ് പ്രകടമാകുന്നത്. അവിടുത്തെ ശക്തിയാണ് പ്രകടമാകുന്നത്. അവിടുത്തെ കാരുണ്യം പോലെ തന്നെ ശിക്ഷയും വലുതാണ്. ഇത് ക്രിസ്ത്യാനി സൗകര്യപൂർവ്വം മറക്കുന്നു. എന്തിന്? തങ്ങൾ ചെയ്യുന്ന പാപം ചെയ്യാനുള്ള ലൈസൻസായിട്ട്, അല്ലെ ദൈവത്തെ നിഷേധിക്കുന്നതും ധിക്കരിക്കുന്നതിനും ഒരു വളമായി ഇത് സൗകര്യപൂർവ്വം മറക്കും. പ്രവൃത്തികൾക്കനുസരണമായി അവിടുന്ന് മനുഷ്യനെ വിധിക്കുന്നു. ഇത് തന്നെയല്ലേ യേശുക്രിസ്തു പഠിപ്പിച്ചത്? ഓരോരുത്തരെയും താങ്കളുടെ പ്രവൃത്തിക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനാണ് പിതാവ് എന്നല്ലേ യേശുക്രിസ്തുവും പഠിപ്പിച്ചത്? എന്നല്ലേ അപ്പസ്തോലന്മാർ പഠിപ്പിച്ചത്? എന്നല്ലേ പുതിയ നിയമത്തിൽ മുഴുവൻ എഴുതപ്പെട്ടിരിക്കുന്നത്? കൊള്ള മുതലുമായി പാപി രക്ഷപ്പെടുകയില്ല. രക്ഷപ്പെട്ടു എന്ന് കാണപ്പെട്ടാലും ദൈവത്തിൻ്റെ നീതിപൂർവമായ വിധിയിൽ അവൻ പെടും. ദൈവഭക്തൻ്റെ ക്ഷമ വൃഥാ ആവുകയില്ല. ഇന്ന് ദൈവഭക്തൻ്റെ ക്ഷമയെ അശക്തിയായും ദൈവഭക്തൻ്റെ ക്ഷമയെ പരിഹാസത്തിനൊരു ഹേതുവായുമൊക്കെ ദുഷ്ടർ കാണുന്നുണ്ടോ എങ്കിലും ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു, ആ ക്ഷമ വൃഥാ ആവില്ല, അതിന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ന്യായാധിപനായ നീതിമാനായ ദൈവത്തിന് മുമ്പിൽ
കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും. ആരോട്? ഈ ദൈവഭക്തനോട്. പരിശുദ്ധ ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്നതാണ്, ദൈവഭക്തനോട് കാരുണ്യം കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും. എന്തൊരു അത്ഭുതം, എന്തൊരു സ്നേഹം! അവസരം കണ്ടെത്തി കരുണ കാണിച്ച് രക്ഷിക്കാൻ നോക്കിയിരിക്കുന്ന ദൈവം. പ്രവൃത്തികൾക്കൊത്ത പ്രതിഫലം ഓരോരുത്തരും ലഭിക്കും. കർത്താവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ അവിടുത്തെ അറിഞ്ഞില്ല. അപ്പോൾ ദൈവത്തെ അറിയാത്തവരെല്ലാം ഹൃദയ കാഠിന്യമുള്ളവരാണ്. അവിടുത്തെ പ്രവൃത്തികൾ ആകാശത്തിന് കീഴിൽ അറിയപ്പെടേണ്ടതിനാണത്. ഫറവോ ഒന്നുമില്ലാത്തവനായി അവനുള്ളതെല്ലാം നശിപ്പിക്കപ്പെട്ട് തീർത്തും പരിത്യക്തനായി നശിപ്പിക്കപ്പെട്ടു. അതാണ് ലോകം അറിയേണ്ട പ്രവൃത്തി. അവിടുത്തെ കാരുണ്യം സൃഷ്ടികൾക്ക് വെളിപ്പെടുന്നു. അവിടുന്ന് തൻ്റെ പ്രകാശത്തെയും അന്ധകാരത്തെയും അളന്നു തിരിച്ചു. ഇങ്ങനെ പറയരുത്, ഞാൻ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കും, ഉന്നതത്തിൽ ആരെന്നെ ഓർക്കും, അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല. പാപി പാപം ചെയ്യാൻ അവനെ തന്നെ സാധൂകരിക്കുന്ന, അവൻ്റെ പ്രവൃത്തികളെ സാധൂകരിക്കാൻ കരുതുന്ന ചിന്തകളാണിതെല്ലാം. നിസ്സീമമായ സൃഷ്ടികളുടെ ഇടയിൽ ഞാൻ ആരാണ്? സ്വർഗവും സ്വർഗാതി സ്വർഗവും ആഴവും ഭൂമിയും അവിടുത്തെ സന്ദർശനത്തിൽ വിറകൊള്ളും. പർവ്വതങ്ങളും ഭൂമിയുടെ അടിസ്ഥാനങ്ങളും അവിടുത്തെ നോട്ടത്തിൽ കുലുങ്ങും. ഇതേപ്പറ്റി ആരും ധ്യാനിക്കുന്നില്ല. അവിടുത്തെ മാർഗങ്ങളെപ്പറ്റി ആരും ചിന്തിക്കുന്നുമില്ല. അപ്പോൾ കരുണാമയനായ ദൈവം കരുണ കാണിക്കാത്ത ഒരു സമയം, എല്ലാ കരുണയും അവിടുന്ന് പിൻവലിക്കുന്ന സമയം. കരുണാമയനായ ദൈവം കരുണയില്ലാതെ ശിക്ഷിക്കുന്ന ഒരു ഗണം, എന്നാൽ കരുണയോടെ രക്ഷിക്കുന്ന ഒരു ഗണം. യെശയ്യാ 49:13-16. ആകാശമേ ആനന്ദഗാനമാലപിക്കുക, ഭൂമിയെ ആർത്തു വിളിക്കുക, മലകളെ ആർത്തുപാടുക. കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ആരെ ആശ്വസിപ്പിച്ചിരിക്കുന്നു? ദൈവഭക്തരെ, ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ. ദുരിതമനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. എന്നാൽ സിയോൻ പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ജനം, ദൈവം കരുണ കാണിക്കുന്ന സമൂഹത്തെ ദൈവം വിളിക്കുന്ന പേരാണ് സിയോൻ. എന്നാൽ സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? ഇന്നത്തെ ലോകത്ത് നമ്മൾ അതും കാണുന്നുണ്ട്. അവൾ മറന്നാലും അവൾ മറക്കുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ മറക്കുകയില്ല. അപ്പോൾ അത്രമാത്രം കരുണ കാണിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ കർത്താവ് ഉള്ളം കയ്യിൽ കാത്തു സൂക്ഷിക്കുന്ന, അത്രമാത്രം കരുണ കാണിക്കുന്ന, ഒരിക്കലും ഉപേക്ഷിക്കില്ലാത്ത ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ. അപ്പോൾ ദൈവം കരുണയോടെ ആരോടാണോ വർദ്ധിക്കുന്നത് അതാരാണെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇതേ ദൈവം തന്നെയാണ് കരുണ കാണിക്കുന്നില്ല എന്നും എഴുതപ്പെട്ടിരിക്കുന്നത്, കരുണ കാണിക്കില്ല എന്നും പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. യെശയ്യാ 54:5-13. നിന്റെ സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ്. അപ്പോൾ ദൈവപുത്രൻ ആരുടെയാണോ മണവാളൻ അവരെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഭൂമി മുഴുവൻ്റെയും ദൈവം എന്ന് അവിടുന്ന് വിളിക്കപ്പെടും. അപ്പോൾ മണവാളനായി വീണ്ടും വരുന്ന ദൈവപുത്രൻ, എംപറർ ഇമ്മാനുവേൽ, രാജാക്കന്മാരുടെ രാജാവായി വരുന്ന ദൈവപുത്രനെ കുറിച്ചാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. പരിത്യക്തയായ യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെപ്പോലെ സന്തപ്ത ഹൃദയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, വലിയ കരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. ഇത് കർത്താവ് തൻ്റെ മണവാട്ടികളുടെ സമൂഹത്തോട് പറയുന്ന വാക്കുകളാണ്.
മഹാകരുണയോടെ തിരിച്ചു വിളിക്കും. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്ന് മറച്ചു വെച്ചു. എന്നാൽ അനന്തമായ സ്നേഹത്തോടെ അവസാനമില്ലാത്ത സ്നേഹത്തോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് നിന്റെ വിമോചകനായ കർത്താവ് അരുളിച്ചെയ്യുന്നു. അപ്പോൾ ദൈവം അനന്തമായ കരുണ കാണിക്കുന്ന ഒരു സമൂഹം അവിടുത്തെ മണവാട്ടികൾ. നോഹയുടെ കാലം പോലെയാണ് ഇതെനിക്ക്. ഇതൊക്കെ അനേകർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നതാണ്. നോഹയുടെ കാലം പോലെയാണ് ഇതെനിക്ക്. അവൻ്റെ കാലത്തെന്ന പോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം ഒന്നും ചെയ്യില്ല. ഏത് തിന്മ ചെയ്താലും കുഴപ്പമില്ല. കർത്താവ് കരുണ കാണിക്കും, കർത്താവ് ശിക്ഷിക്കില്ല, കർത്താവ് കരുണയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തുടർന്നോ എന്ന് പറഞ്ഞ് ജനത്തിന് പാപം ചെയ്യാൻ ലൈസൻസ് കൊടുക്കുന്ന ഉപദേശകന്മാരുടെ, അധ്യാപകന്മാരുടെ, പണ്ഡിതരുടെ കാലമാണ് ഇത്. നോഹയുടെ കാലം പോലെയാണിത്. അതുപോലെ നിന്നോട് ഒരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നറിയണ്ടേ? ഇതാരോടെക്കുറിച്ചുള്ള പ്രവചനമാണെന്ന് തിരിച്ചറിയണ്ടേ? ഇതറിയാതെ എല്ലാ തിന്മകളും ചെയ്യാൻ ഈ വചനം വളച്ചൊടിച്ച് ഇന്ന് ജനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്നു ബൈബിൾ പണ്ഡിതന്മാർ. പ്രിയപ്പെട്ടവരെ, നോഹയുടെ കാലത്തെ പോലെ ഞാൻ നിങ്ങളെ ശിക്ഷിക്കില്ല എന്ന് പറയുന്നതോടുകൂടി തന്നെ മറ്റനേകം വചനം നമ്മൾ വായിക്കണം. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 7-ാം വചനത്തിൽ ഇപ്രകാരമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്: വിധിയുടെയും ദുഷ്ടമനുഷ്യരുടെ നാശത്തിൻ്റെയും ദിനത്തിൽ, ന്യായവിധി നടത്തി ദുഷ്ടരെ നിത്യശിക്ഷയ്ക്ക് ദൈവം ഏൽപ്പിക്കുന്ന ദിനത്തിൽ, ദുഷ്ടമനുഷ്യരുടെ നാശത്തിൻ്റെയും ദിനത്തിൽ അഗ്നിക്കിരയാകേണ്ടതിന് ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. അപ്പോൾ നോഹയുടെ കാലത്ത് കർത്താവ് ഉടമ്പടി ചെയ്തു, ഇനി ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നവർ ഈ വചനമൊന്നും വായിക്കാറില്ല. അങ്ങനെ ഒരു ദിനമുണ്ട്, ഒരു സമയമുണ്ട്, വിധിയുടെ ദിനം, ദുഷ്ടമനുഷ്യരുടെ നാശത്തിൻ്റെ ദിനം. അന്ന് ഈ ഭൂമിയും ഇതിലുള്ള സമസ്തവും അഗ്നിക്കിരയാക്കപ്പെടും എന്ന് തന്നെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ അഗ്നിക്കിരയാക്കേണ്ടതിനാണ് ദൈവം ഈ ആകാശത്തെ ഭൂമി ഇപ്പോൾ വചനത്താൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രവൃത്തിയും ദൈവം ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നോഹയുടെ കാലം പോലെ ആയിരിക്കും അതെനിക്ക് എന്ന് പ്രവാചകൻ പറഞ്ഞതിന് തുല്യമായി, അതിൻ്റെ വിശദീകരണമായി അന്ന് എന്ത് സംഭവിക്കുമെന്ന് യേശുക്രിസ്തു വിവരിച്ചിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങൾ. ഇത് കഴിഞ്ഞ് വരാൻ പോകുന്ന ദിനങ്ങളാണ് കർത്താവിൻ്റെ ദിനം, മനുഷ്യപുത്രൻ്റെ ദിനം. അതെങ്ങനെയായിരിക്കും? നോഹയുടെ ദിനങ്ങൾ പോലെ ആയിരിക്കും. നമ്മൾ കണ്ടു, ആ ജനത്തോട് ദൈവം കരുണ കാണിച്ചില്ല. അപ്പോൾ കർത്താവ് സ്നേഹമാണ്, കരുണയാണെന്ന് പറഞ്ഞിരിക്കുന്നവർ കർത്താവ് കരുണ കാണിക്കില്ല എന്ന് യാഥാർത്ഥ്യം തിരിച്ചറിയണം. കരുണ കാണിക്കില്ലാത്തൊരു സമയം, കരുണ കാണിക്കില്ലാത്തൊരു കർത്താവ് നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു. എന്താ പറയും? എല്ലാം സമാധാനമാണ്, എല്ലാം ഭദ്രമാണ്, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ദൈവവനത്തൊന്നും കാര്യമാക്കേണ്ടതൊന്നുമില്ല. അതങ്ങനെ പലരും പറയും, എല്ലാം ഭദ്രമാണ് എന്ന്. ഈ ഉപദേശകന്മാർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്ന പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ വന്ന് പതിക്കും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല എന്ന് 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ പരിശുദ്ധാത്മാവും പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? തിന്നും കുടിച്ചും വീട് വെച്ചും വിവാഹം ചെയ്തു കൊടുത്തും എല്ലാം വളരെ നോർമലായി ആണ് എന്ന വ്യാമോഹത്തിൽ ജീവിക്കും. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലവും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോകും. ലോത്തിൻ്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എന്ന് പറഞ്ഞാൽ സാധാരണ ഇന്നത്തെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എല്ലാം സാധാരണമാണ്, എല്ലാം നോർമലാണ്,
എല്ലാം ഭദ്രമാണ്, എല്ലാം സമാധാനപരമാണ്, ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് കരുതി ചെയ്തുകൊണ്ടേയിരിക്കും. എന്ത് പറ്റി? പെട്ടെന്ന് ലോത്തിൻ്റെ കാലത്ത് തീയും ഗന്ധവും ഇറങ്ങി അവരെ ചാമ്പലാക്കി. യേശുക്രിസ്തു കൃത്യമായി നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പക്ഷേ ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെ എല്ലാം നശിപ്പിച്ചു. അഥവാ അവരോട് ദൈവം കരുണ കാണിച്ചില്ല. ഇപ്രകാരം തന്നെ ആയിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും. അപ്പോൾ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിൽ തങ്ങൾക്കെല്ലാം ശുഭമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഗണത്തിൻ്റെ മേലും ഇങ്ങനെ ശിക്ഷ വന്ന് പതിക്കും എന്ന് തന്നെയല്ലേ യേശുക്രിസ്തു താക്കീത് തന്നിരിക്കുന്നത്, മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്? അതുകൊണ്ട് നോഹയുടെ കാലത്ത് കർത്താവ് ഉടമ്പടി ചെയ്തു, ഇനി ഒന്നും സംഭവിക്കില്ല എന്നു മാത്രം പറഞ്ഞ് ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ യാഥാർത്ഥ്യം ഒന്നും ഒരിക്കലും കാണില്ല, അതാരെയും പഠിപ്പിക്കുകയുമില്ല. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. അപ്പോൾ പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, അന്ത്യകാലത്ത് ദൈവം ഒരു ഗണവുമായൊരു സമാധാന ഉടമ്പടി സ്ഥാപിക്കും, നിത്യമായ ഉടമ്പടി. ആ മക്കളോടുള്ള ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഒരിക്കലും മാറ്റപ്പെടില്ല. അത് വചനങ്ങൾ വായിച്ചാൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. പീഡിപ്പിക്കപ്പെട്ടവളും, യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ സർവ്വരാലും വെറുക്കപ്പെടും, പീഡിപ്പിക്കപ്പെട്ടവളും, മനസ്സുലഞ്ഞവളും, ആശ്വാസം ലഭിക്കാത്തവളുമേ, ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും. ഞാൻ നിൻ്റെ താഴികക്കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷ്യരാഗം കൊണ്ടും ഭിത്തികൾ രത്നം കൊണ്ടും നിർമ്മിക്കും. ഇങ്ങനെയുള്ള നിർമ്മിതികളെക്കുറിച്ച് വെളിപാടിന പുസ്തകത്തിൽ കർത്താവ് എഴുതി വച്ചിട്ടുണ്ട്. കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും. അത് ആരുടെയാണെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും, അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ ലഭിക്കുന്നവരുണ്ട്, ലഭിക്കാത്തവരുണ്ട്. കർത്താവ് സ്നേഹമാണ് എന്ന് അന്ധമായി വെറുതെ ചിന്തിച്ചിരുന്നാൽ കർത്താവിന് കരുണ ലഭിക്കില്ല. ആരുടെ മേലാണ് കർത്താവിന് കരുണ വരുന്നത്, ആരോടാണ് ദൈവം കരുണ കാണിക്കാത്തത് എന്ന് നമുക്ക് താക്കീതും ഗുണപാഠവുമായിട്ടാണ് പരിശുദ്ധ ബൈബിളിൽ ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. യെശയ്യാ പ്രവാചന പുസ്തകം 66 അധ്യായം 3 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. ഞാൻ അവർക്കായി പീഡനം തിരഞ്ഞെടുക്കും, കരുണ കാണിക്കാത്തവരോട്. ഇതെല്ലാം അന്ത്യകാലത്ത് നടക്കുന്ന പ്രവചനങ്ങളാണ് കേട്ടോ, അന്ത്യകാലത്ത് പൂർത്തിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ അവർക്കായി പീഡനം തിരഞ്ഞെടുക്കും, അവർ ഭയപ്പെട്ടത് അവരുടെ മേൽ വരുത്തും. ലൂക്കായുടെ സുവിശേഷം 21 അധ്യായത്തിൽ അവർ ഭയപ്പെടുന്നതിനെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്നുണ്ട്. സംഭവിക്കാൻ പോകുന്നവയെ കുറിച്ചുള്ള ഭയവും ആകുലതയും കൊണ്ട് അവർ അസ്തപ്രജ്ഞരാകും എന്ന് ഈ കരുണ ലഭിക്കാത്തവരെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. അവർ ഭയപ്പെട്ടത് അവരുടെ മേൽ ഞാൻ വരുത്തും, കാരണം ഞാൻ വിളിച്ചപ്പോൾ ആരും കേട്ടില്ല. അതാണ് കാരണം. ഞാൻ വിളിച്ചപ്പോൾ ആരും കേട്ടില്ല. അതുകൊണ്ട് യെരമ്യാ പ്രവാചന പുസ്തകം 18 അധ്യായത്തിൽ അവരുടെ നാശത്തിനുള്ളൊരു പദ്ധതിയും കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഞാൻ സംസാരിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല. അപ്പോൾ എപ്പോഴാണ് ദൈവം സംസാരിച്ച്, എപ്പോൾ വിളിച്ച വിളിയെക്കുറിച്ച് പറയണേ? എപ്പോൾ വിളി കേൾക്കാത്തതിനാണ് കർത്താവ് ക്രുദ്ധനാകുന്നത്, കരുണ കാണിക്കാതിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52 അധ്യായം 6-7 വചനങ്ങളിൽ ഇത് പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ജനം എൻ്റെ നാമം അറിയും. മനുഷ്യൻ കരുതിയിരിക്കുന്നതല്ല ദൈവത്തിൻ്റെ നാമം. മോശ വഴി വെളിപ്പെട്ടു എന്ന് ജനം കരുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ നാമമല്ല. ആയിരുന്നുവെങ്കിൽ മോശയ്ക്ക് ശേഷം 800 വർഷങ്ങൾക്ക് ശേഷം യെശയ്യാ പ്രവാചകൻ വഴിയും തുടർന്ന് പല പ്രവാചകന്മാർ വഴിയും ദൈവത്തിൻ്റെ നാമം ഒരിക്കൽ ദൈവജനം അറിയും എന്ന് പ്രവചിക്കേണ്ടിയിരുന്നില്ല. യേശുക്രിസ്തു പോലും പ്രവചിച്ചിട്ടുണ്ട്, പിതാവിൻ്റെ നാമം അവൻ തൻ്റെ സഹോദരരെ വെളിപ്പെടുത്തും എന്ന്. 1-ാം വരവിൽ യേശുക്രിസ്തു പിതാവിൻ്റെ നാമം വെളിപ്പെടുത്തിയതായി നമ്മൾ കേട്ടിട്ടില്ല, ഒരു സഭയും ആരും പഠിപ്പിക്കുന്നുമില്ല. അപ്പോൾ 2-ാം വരവിലാണ് ഇത് പൂർത്തിയാകേണ്ടത്. അപ്പോൾ എൻ്റെ ജനം എൻ്റെ നാമം അറിയും,
ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ ദിവസം അവരറിയും. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല. എപ്പോഴാ ദൈവം സംസാരിച്ചത്? എപ്പോഴാണോ ദൈവത്തിൻ്റെ നാമം വെളിപ്പെടുത്തപ്പെടുന്നത്, എവിടെയാണോ ദൈവത്തിൻ്റെ നാമം വെളിപ്പെടുത്തപ്പെടുന്നത്, അവിടെ സംസാരിക്കുന്നത് ദൈവമാണ്. അങ്ങനെ ഞാൻ സംസാരിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് ദൈവം അവരോട് കരുണ കാണിക്കാതെ പീഡനം അവർക്കായി തെരഞ്ഞെടുത്തു വച്ചിരിക്കുന്നത്, പീഡനം അവിടുത്തെ അവർക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. ഈ പീഡനത്തെക്കുറിച്ച് പ്രവാചകന്മാരും യേശു ക്രിസ്തുവും പ്രവചിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ അവർ വിളി കേട്ടില്ല, ആരും വിളി കേട്ടില്ല. ഞാൻ സംസാരിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല. ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ ദിവസം അവർ അറിയും. ഇതാ ഞാനിവിടെ ഉണ്ട്. സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ, ഇതാ നിന്റെ കർത്താവ് നിന്നെ ഭരിക്കാൻ ഇതാ നിന്റെ അടുത്തേക്ക് വരുന്നു എന്ന് പ്രഘോഷിക്കുകയും ചെയ്യുന്നവൻ്റെ പാദം. അങ്ങനെ ചെയ്യുന്നവനാണ് സദ്വാർത്തയുടെ ദൂതൻ. അത് ആ മലമുകളിൽ എത്ര മനോഹരമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നാമം സദ്വാർത്തയിലൂടെയാണ് വെളിപ്പെടുത്തപ്പെടുന്നതെന്നും ഈ സദ്വാർത്ത മുഴങ്ങുന്നിടത്ത് സംസാരിക്കുന്നത് ദൈവമാണെന്നും ദൈവം വളരെ കൃത്യമായി പ്രവചിച്ചു വെച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഞാൻ സംസാരിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല, ഞാൻ വിളിച്ചപ്പോൾ അവർ വിളി കേട്ടില്ല. ഇവിടെ എന്ത് വിളിയെക്കുറിച്ചായി പറയണേ? ഏത് വിളിയെക്കുറിച്ചായി പറയണേ? 2 പത്രോസ് 1:3 തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവൻ്റെ ദൈവീക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ വിളിക്കുന്നത്, ദൈവമക്കളെ, അവിടുന്ന് കരുണ കാണിക്കുന്നവരെ, അവിടുന്ന് മുൻകൂട്ടി തിരഞ്ഞെടുത്തവരെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കുമാണ്. മനുഷ്യൻ ഇന്ന് ഭൗതികമായ ധാരാളം അറിവുള്ളവനാണ്, അവൻ്റെ ഭാവന വളരെ വലുതാണ്. പക്ഷേ മനുഷ്യന് എത്രമാത്രം അന്വേഷിച്ചാലും എത്രമാത്രം പരിശ്രമിച്ചാലും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കുറിച്ചുള്ള അറിവ് അവനൊരിക്കലും അറിയാൻ കഴിയില്ല. അവനെന്നും അത് പ്രഹേളികയായിരിക്കും, അവനൊരു അംശം മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ, മനുഷ്യൻ്റെ അറിവിന് അഗ്രാഹ്യമായ, എന്നാൽ നിത്യം നിലനിൽക്കുന്ന അനശ്വരമായ ദൈവീക മഹത്വവും ഔന്നത്യവും നമുക്ക് നൽകുന്നതിനാണ്, ഈ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കുമാണ് പിതാവായ ദൈവം നമ്മെ വിളിക്കുന്നത്. എന്ന് പറയാൻ അർത്ഥം, ഒരു ഗണത്തിന് ഈ മഹത്വവും ഔന്നത്യവും അവിടുന്ന് നൽകാനായി അവരെ വിളിക്കുന്നു. എങ്ങനെയാണ് വിളിക്കുന്നത്? ആരിലൂടെയാണ് വിളിക്കുന്നത്? കാരണം ദൈവം നേരിട്ട് ആരെയും വിളിക്കില്ലല്ലോ. ദൈവം സംസാരിക്കുന്ന മുഴുവൻ അവിടുന്ന് അയക്കുന്നവരിലൂടെയാണ്. അപ്പോൾ ഏതാണ് ഈ മഹത്വം? അത് 2000 വർഷം മുമ്പ് യേശുക്രിസ്തു വന്നപ്പോൾ ഈ മഹത്വം ആർക്കും ലഭിച്ചിട്ടില്ല. അത് തരാൻ യേശുക്രിസ്തുവിന് കഴിവില്ലാഞ്ഞിട്ടല്ല, അവൻ തരുന്ന 1-ാം വരവിലല്ല, അവൻ്റെ 2-ാം വരവിലാണ്. അത് വ്യക്തമായി യേശുക്രിസ്തു വന്ന് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് പുനരുത്ഥാനം ചെയ്ത് പോയതിന് ശേഷം പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. കൊളോസോസ് 3:3-4 എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, യേശുക്രിസ്തു വഴി രക്ഷ സ്വീകരിച്ച ജനത്തെക്കുറിച്ചാണ് ഈ പറയണത്. നിങ്ങൾ മൃതരായിരിക്കുന്നു, കാരണം എല്ലാവരും മരണം വഹിക്കുന്നവരാണ്. ദൈവമഹത്വമില്ല, അവർ ജീർണതയ്ക്ക് അടിമത്തത്തിലാണ്. നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ദൈവപുത്രൻ വീണ്ടും വരുമ്പോൾ മാത്രമാണ് ഈ ജീവൻ വെളിപ്പെടുകയുള്ളൂ. ദൈവപുത്രൻ വീണ്ടും വന്നാൽ ഈ ജീവൻ വെളിപ്പെട്ടു നമുക്കറിയാം. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ 2-ാം വരവിൽ അവൻ വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ നിങ്ങളും, അങ്ങനെ ഒരു ഗണമുണ്ട്, മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഈ മഹത്വം കഴിഞ്ഞ 2000 വർഷം ലഭിച്ച കാര്യമല്ല. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ
നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന നിത്യജീവൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം. ദൈവപുത്രൻ നമ്മുടെ ശരീരങ്ങളെ അവൻ്റെ സ്വർഗീയ ശരീരമായി മാറ്റുമ്പോൾ നമ്മിൽ വെളിപ്പെടുന്ന മഹത്വം, രക്ഷയുടെ പൂർണ്ണത നമുക്ക് ലഭിക്കുമ്പോൾ നമ്മിൽ വെളിപ്പെടുന്ന മഹത്വം. ഇതൊന്നും 2000 വർഷം മുമ്പ് സംഭവിച്ച കാര്യങ്ങളല്ല, കഴിഞ്ഞ 2000 വർഷം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുമല്ല. അപ്പോൾ ഈ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും വിളിക്കുന്നു എന്ന് പറയുന്നത് 2000 വർഷം മുമ്പ് സംഭവിച്ചതല്ല, കഴിഞ്ഞ 2000 വർഷം പ്രസംഗിക്കപ്പെട്ട സുവിശേഷത്തിലൂടെ അല്ല ഈ വിളി വരുന്നത്. അന്ത്യകാലത്ത് പ്രസംഗിക്കപ്പെടുന്ന ഈ മഹത്വത്തിൻ്റെ സുവിശേഷം അഥവാ സദ്വാർത്തയിലൂടെയാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ കൃപാവത്സരത്തിൻ്റെയും കർത്താവിൻ്റെ പ്രതികാര ദിനത്തിൻ്റെയും പ്രഘോഷണമായ ഒരു സദ്വാർത്ത, മഹത്വത്തിൻ്റെ സദ്വാർത്ത അന്ത്യകാലത്ത് പ്രസംഗിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സുവിശേഷം മാത്രം കേട്ട് പുറകോട്ട് മാത്രം നോക്കി ശീലിച്ച ക്രിസ്തീയ വിശ്വാസികൾക്ക് ഇങ്ങനെ ഒരു സദ്വാർത്തയെക്കുറിച്ചോ സദ്വാർത്ത ദൂതനെക്കുറിച്ചോ അറിവില്ല. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഈ വിളി നമുക്ക് ലഭിക്കുന്നത് ഈ സദ്വാർത്തയുമായി ദൈവം അയക്കുന്നവനിലൂടെയാണ്. കൊലോസ് 2 തെസ്സലോനിക്ക 2:13-14 കർത്താവിൻ്റെ വാത്സല്യഭാജനങ്ങളായ സഹോദരരെ, ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും, ഇതൊന്നും പഴയ നിയമത്തിൽ സംഭവിച്ച കാര്യങ്ങളോ യേശുക്രിസ്തു 1-ാം വരവിൽ സംഭവിച്ച കാര്യങ്ങളോ അല്ല. ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും. ഏത് സത്യം? രക്ഷയുടെ, യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ നമുക്ക് തരാനിരിക്കുന്ന രക്ഷയുടെ, ഈ രക്ഷയെക്കുറിച്ച് ഒരു സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം, സത്യത്തിലും ഉള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യ ഫലമായി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് 2000 വർഷം ജീവിച്ചവരല്ല. നിത്യരക്ഷയുടെ ആദ്യ ഫലമായി ദൈവം തിരഞ്ഞെടുക്കുന്ന യേശുക്രിസ്തുവിനോടൊപ്പം ദൈവം ഒരു തെരഞ്ഞെടുപ്പ് നടത്തി അവിടുന്ന് കാത്തു സൂക്ഷിച്ച ഒരു ഗണം, അവരെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം നമ്മൾ കണ്ടു, അതവൻ്റെ പ്രത്യാഗമനത്തിലാണ്. അപ്പോൾ പ്രത്യാഗമനത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഗണത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങൾക്കു ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അഥവാ ഈ അന്ത്യകാലത്ത് പ്രഘോഷിക്കപ്പെടുന്ന സദ്വാർത്തയിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു. അപ്പോൾ ഇന്ന് ദൈവം നമ്മളെ ഈ മഹത്വത്തിലേക്ക് വിളിക്കുന്നത് സദ്വാർത്തയുമായി ദൈവം അയച്ചവരിലൂടെയാണ്. ഇനി നമുക്ക് പഴയ വചനത്തിലേക്ക് തിരിച്ചു വരാം. ഞാൻ വിളിച്ചപ്പോൾ ആരും വിളി കേട്ടില്ല. എന്തുകൊണ്ടാണ് ദൈവം കരുണ കാണിക്കാത്തത്? എന്തുകൊണ്ടാണ് ദൈവം അവർക്കായി പീഡനം തിരഞ്ഞെടുക്കുന്നത് എന്നതിൻ്റെ കാരണമാണ് കർത്താവ് പറയുന്നത്. നീതിമാനായ ദൈവം പറയുന്നത്, ഞാൻ വിളിച്ചപ്പോൾ ആരും വിളി കേട്ടില്ല. അപ്പോൾ കരുണ കാണിക്കാനായി, രക്ഷ നൽകാനായി നമ്മെ ദൈവം വിളിക്കാൻ ഈ അന്ത്യകാലത്ത് അവിടുന്ന് സ്വീകരിച്ച മാർഗമാണ്, വഴിയാണ് സദ്വാർത്ത. ദൈവം അയച്ച യേശയ്യാ പ്രവാചകനിലൂടെ ഈ അന്ത്യകാലത്ത് സിയോനിൽ മുഴങ്ങുന്ന സദ്വാർത്ത, ഈ സദ്വാർത്തയിലൂടെയാണ് അവിടെ നമ്മളെ വിളിച്ചത്. എന്നാൽ ഞാൻ വിളിച്ചപ്പോൾ ആരും വിളി കേട്ടില്ല, ഞാൻ സംസാരിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല, അവർ എൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചു, എനിക്കനിഷ്ടമായത് അവർ തിരഞ്ഞെടുത്തു. എന്താ ദൈവത്തിന് ഇഷ്ടം? അവിടുന്ന് അയച്ചവനെ വിശ്വസിക്കുക. അതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അപ്പോൾ മോശയിലൂടെ തന്നെ കർത്താവ് ഇത് പ്രവചിക്കുകയും ചെയ്തിരുന്നു. മോശ വഴി ദൈവം പറഞ്ഞു, മോശയെപ്പോൾ ഒരു പ്രവാചകനെ അവിടുന്ന് അയക്കും, അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്, എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും, എൻ്റെ നാമത്തിൽ അവൻ പറയുന്ന എൻ്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. അതിനെവിടെ എഴുതിയിരിക്കുന്നത്? അവർ എനിക്കനിഷ്ടമായത് തിരഞ്ഞെടുത്തു, അതിനാൽ ഞാൻ അവരോട് കരുണ കാണിക്കില്ല. ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന നമുക്ക് ഒരു പാഠമായിട്ടാണ്. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവരെ, ദൈവമക്കളെ, അവിടുത്തെ വചനം ശ്രവിക്കുവിൻ. എൻ്റെ നാമത്തെ പ്രതി
നിങ്ങളെ ദ്വേഷിക്കുകയും ദൈവപുത്രൻ്റെ രാജകീയ നാമത്തെ പ്രതി നിങ്ങളെ ദ്വേഷിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സഹോദരർ. ഇതെല്ലാം ഇന്ന് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഈ വചനങ്ങൾ ഇന്ന് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് മഹത്വം പ്രകടിപ്പിക്കട്ടെ, നിങ്ങൾ സന്തോഷിക്കുന്നത് ഞങ്ങൾ കാണട്ടെ എന്ന് പരിഹസിച്ചു. ഇപ്പോൾ പരിഹാസകരുടെ സമയം, ഇത് അവരുടെ സമയം. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങൾ. ഇപ്പോൾ ദൈവപുത്രനിൽ വിശ്വസിക്കുകയും ദൈവപുത്രൻ്റെ വരവിൽ വിശ്വസിക്കുകയും ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും ഇമ്മാനുവേൽ നാമത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരെ പരിഹസിക്കുന്നവരുടെ സമയം. നിങ്ങൾ സന്തോഷിക്കും ഞങ്ങൾ കാണട്ടെ എന്നവർ പരിഹസിച്ചു. എന്നാൽ അവർ തന്നെയാണ് ലജ്ജിതരാകുക. ഇതാ നഗരത്തിൽ നിന്നൊരു ശബ്ദകോലാഹലം, ദൈവാലയത്തിൽ നിന്നൊരു സ്വരം, ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്ന കർത്താവിൻ്റെ സ്വരമാണത്. ഈ പ്രതികാരത്തിൻ്റെ ദൈവത്തിൽ നിന്ന് ഒരു കരുണയും ലഭിക്കില്ല എന്നാണ് ദൈവം നമുക്ക് താക്കീത് തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാ ക്രിസ്തീയ വിശ്വാസികളും വിശ്വസിക്കുന്ന കാര്യമാണ്. യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ ഓരോരുത്തരെയും അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് വിധിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ രക്ഷ കൊടുക്കുന്ന ഗണമുണ്ട്, ശിക്ഷിക്കുന്ന ഗണമുണ്ട്. അപ്പോൾ അവൻ കരുണ കാണിക്കുന്ന ഗണമുണ്ട്, കരുണ കാണിക്കാത്ത ഗണമുണ്ട്. അതാരോടാണ് കരുണ കാണിക്കാതിരിക്കാൻ പോകുന്നത്, ആരുടെ മേലാണ് ക്രോധം പതിക്കാൻ പോകുന്നത് എന്നാണ് നാം ഇപ്പോൾ കേട്ടത്. വെളിപാട് 19:13-16 അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. വെളിപാട് 1, 2, 3 നൂറ്റാണ്ടിൽ റോമാ ചക്രവർത്തിമാർ മതപീഡന കാലത്തുണ്ടായ സംഭവങ്ങൾ നേരെ പറയാൻ പറ്റാത്തതുകൊണ്ട് അപ്പൊക്കാലിപ്സിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം കേൾക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവർക്ക് ഇതൊന്നും പ്രവചനമായി കാണാൻ കഴിയില്ല. ഇതെല്ലാം അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് വിശ്വസിക്കാൻ ദൈവം വരുന്നെന്നവർ വിശ്വസിക്കുക. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. അപ്പോൾ ദൈവപുത്രൻ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഈ പറയണത്. സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രമണിഞ്ഞ് വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ, ദൈവവചനമാകുന്ന വാൾ പുറപ്പെടുന്നു. സർവ്വജനതകളെ മേൽ അത് പതിക്കും. ഇരുമ്പ് ദണ്ടുകൊണ്ട് അവനവരെ ഭരിക്കും. അങ്ങനെ ഭരിക്കാൻ വെളിപ്പെടുന്ന ദൈവപുത്രനാണ് ഈ എംപറർ ഇമ്മാനുവേൽ. സർവശക്തനായ ദൈവത്തിൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ക്രോധത്തിൽപ്പെട്ട് ശിക്ഷ ഏറ്റുവാങ്ങുന്നവരോട് ദൈവം കരുണ കാണിക്കുന്നില്ല. അവന് മേലെങ്കിലും തുടയിലും എഴുതപ്പെട്ടൊരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. അപ്പോൾ ഇതാ ഈ നിത്യരക്ഷയിലേക്ക്, ഈ നിത്യമഹത്വത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അന്ത്യകാലത്ത് ഈ മഹത്വത്തിലേക്ക് നമ്മെ വിളിക്കുന്ന വിളിയായ ഈ സദ്വാർത്ത എന്തുകൊണ്ടാണ് ഗ്രഹിക്കാൻ കഴിയാത്തത് എന്ന് പരിശുദ്ധാത്മാവ് എഴുതി വച്ചിട്ടുണ്ട്. 2 കൊറിന്തോസ് 4:3-4 ഞങ്ങളുടെ സുവിശേഷം. അതേതാണ് ഞങ്ങളുടെ സുവിശേഷം? ഈ മഹത്വത്തിലേക്ക്, യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നമുക്ക് ഈ മഹത്വം ലഭിക്കുന്നതിന് വേണ്ടി നമ്മെ വിളിക്കുന്ന വിളിയായ ഈ സദ്വാർത്ത നിഗൂഢമായിരിക്കുന്നു എങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. അത് നിഗൂഢമായിരിക്കുന്നെങ്കിൽ നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. അഥവാ വിശാലമായ വഴിയെ, വിസ്തൃതമായ കവാടത്തിലൂടെ വിശാലമായ വഴിയെ പോകും എന്ന് യേശു ക്രിസ്തു പ്രവചിച്ചിരിക്കുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ അന്ധമാക്കപ്പെട്ടവർ അവിശ്വാസികളാണ് എന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം, സദ്വാർത്തയുടെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അതുകൊണ്ട് ആ പ്രകാശം ലഭിക്കാത്തതിനാൽ ദൈവം എന്ത് മഹത്വത്തിലേക്കാണ് നമ്മളെ വിളിക്കുന്നത് എന്ന് ഗ്രഹിക്കാൻ കഴിയത്തക്ക വിധം അവർ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ വിളിയുടെ മൂല്യം എന്താണെന്നോ, ഈ വിളി സ്വീകരിക്കാതിരിക്കുന്നവരിൽ പതിക്കാനിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധമെന്തെന്നോ,
ഈ വിളിയിലൂടെ ദൈവം മക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതിൻ്റെ മഹത്വം എന്തെന്നോ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. എബ്രായർ 2:1-3 നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും നിയമലംഘനത്തിനും അനുസരണമില്ലായ്മയ്ക്കും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം, ഏത് രക്ഷ? ഹെബ്രായർക്ക് ലേഖനം 9-28 വചനം വായിച്ചാൽ കാണാം, അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പം അങ്ങനെ രക്ഷയുണ്ട്. യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ഗണത്തിന് കൊടുക്കുന്ന രക്ഷ. ആ രക്ഷ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? ഇതിനെ കർത്താവ് പറഞ്ഞത് നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ദിനങ്ങളും, ലോത്തിന്റെ ദിനങ്ങളെ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ദിനങ്ങളും. കാരണം ആ രണ്ട് സമയത്തും ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമായി. നിയമലംഘനത്തിനും അനുസരണമില്ലായ്മയ്ക്കും തക്ക ശിക്ഷ അവർക്ക് ലഭിച്ചു, അഥവാ അവർക്ക് കരുണ ലഭിച്ചില്ല. ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? അപ്പോൾ ഇന്ന് ദൈവം സദ്വാരത്തിലോട് നൽകുന്ന വിളി അവഗണിക്കുന്നവരെ കുറിച്ചാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. എബ്രായർ 12:16-17 ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. ഇതൊരു വലിയ താക്കീതാണ്. ഏസാവിൻ്റെ സംഭവം ഒരു വലിയ ഗുണപാഠമായിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണുനീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം സദ്വാരത്തിലൂടെ അനുതാപത്തിലേക്ക്, വിശ്വാസത്തെ അനുസരണത്തിലേക്ക് വിളിക്കുമ്പോഴും അനേകരെ തങ്ങളുടെ പാപത്തിൽ തുടരാൻ കണ്ടെത്തുന്ന ന്യായീകരണമാണ്, സമയമാകുമ്പോൾ ഞങ്ങൾ ചെയ്തോളാം, സമയമാകുമ്പോൾ ഞങ്ങൾ മാറിക്കോളാം, സമയമാകുമ്പോൾ ഞങ്ങൾ കർത്താവിലേക്ക് തിരിഞ്ഞോളാം, ഇപ്പം ഇങ്ങനെ സുഖങ്ങളൊക്കെ ആസ്വദിച്ച്, ഈ ലോകമോഹങ്ങളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ജീവിക്കട്ടെ. അതായത് ഞങ്ങൾക്ക് മാനസാന്തരപ്പെടാൻ ആഗ്രഹം തോന്നുമ്പോൾ ഞങ്ങൾക്ക് മാനസാന്തരപ്പെടാൻ അവസരം കിട്ടും എന്ന ഒരു വ്യർത്ഥമായ ഒരു വ്യാമോഹത്തിൽ, ഒരു വ്യർത്ഥമായ ചിന്തയിലാണ് മനുഷ്യൻ കഴിയുന്നത്. എന്താണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്? നീ ആഗ്രഹിക്കുമ്പോൾ നിനക്ക് അനുദപിക്കാൻ ദൈവം അവസരം തരില്ല. നീ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിന്നോട് കരുണ കാണിക്കണമെന്നില്ല. ദൈവം കരുണയോടെ നിനക്കനുദപിക്കാനും ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാനും ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് വരാനും ദൈവം കരുണയോടെ നിനക്ക് അവസരം തരുമ്പോൾ അത് നീ തള്ളിക്കളഞ്ഞാൽ ആ ലോകത്തോട് ദൈവം കരുണ കാണിക്കില്ല എന്നാണ് നോഹയുടെ സംഭവവും കാലത്തെ സംഭവങ്ങളും ലോത്തിൻ്റെ കാലത്തെ ശിക്ഷകളും നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ മാറിക്കോളാം, ഞാൻ പിന്നെ ആയിക്കോളാം, ആയിക്കോട്ടെ, വരട്ടെ, കർത്താവ് വരട്ടെ, വെളിപ്പെടട്ടെ, നോക്കട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നവർക്കെല്ലാം ഈ ഏസാവിൻ്റെ സംഭവം ഒരു ഗുണപാഠമായിരിക്കട്ടെ. ഏശയ്യാ 66:12-16 കർത്താവ് അരുളിച്ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. ദൈവം കരുണ കാണിക്കുന്നതിനെ കുറിച്ചാണ് പറയണേ. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, അത് കണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും. കർത്താവിൻ്റെ കരം അവിടുത്തെ ദാസന്മാരോട് കൂടെയും കർത്താവിൻ്റെ രോഷം അവിടുത്തെ ശത്രുക്കൾക്കെതിരെയുമാണെന്ന് അപ്പോൾ വെളിവാകും. ഇത് വെളിവാകുന്ന കാലമാണ് അവസാന കാലം. ഇത് വെളിവാകുന്ന കാലമാണ് നാം ജീവിച്ചിരിക്കുന്ന സമയം. കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും. ഇത് നമ്മൾ 2 പത്രോസിൽ വായിച്ചത്. കർത്താവിൻ്റെ ആഗമന ദിനത്തിൽ ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകുകയും ചെയ്യും. കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും. അവിടുത്തെ രഥം കൊടുങ്കാറ്റ് പോലെ, അവിടുത്തെ ഉഗ്രക്രോധം ആഞ്ഞടിക്കും. ഇത് പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. കാലത്തിൻ്റെ സമാപ്തിയിൽ ക്രോധത്തിൻ്റെ സമയമാണ് എന്ന്. അവിടുത്തെ ശാസനം ആളിക്കത്തും.
കർത്താവ് അഗ്നി കൊണ്ട് വിധി നടത്തും. എല്ലാ മർത്യരുടെയും മേൽ വാളുകൊണ്ട് വിധി നടത്തും. കർത്താവിനാൽ വധിക്കപ്പെടുന്നവർ അസംഖ്യമായിരിക്കും. പ്രിയപ്പെട്ട, അതുകൊണ്ട് ദൈവം കരുണയുള്ളവനാണ്, ദൈവം സ്നേഹമാണ് എന്ന് കരുതി തങ്ങളുടെ പാപത്തിലും അശുദ്ധികളും അജ്ഞതയിലും അന്ധകാരത്തിന് അടിമത്തത്തിലും ആണ്ടുകിടന്ന് അതിനെ സാധൂകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിളിയെയും ദൈവത്തിൻ്റെ ആഹ്വാനത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും തള്ളിക്കളയുന്നവർ ഇതൊരു ഗുണപാഠമായി, താക്കീതായി കണ്ട് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുന്ന സമയത്ത് അത് സ്വന്തമാക്കാൻ തങ്ങളെ തന്നെ എളിമപ്പെടുത്തട്ടെ. യാക്കോബ് 2:13 കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാവും, എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു. ആർക്ക്? ദൈവഭക്തരുടെ മേൽ, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നവരുടെ മേൽ, ദൈവത്തിൻ്റെ വിളി കേൾക്കുന്നവരുടെ മേൽ, ദൈവം സംസാരിക്കുമ്പോൾ അത് ശ്രവിക്കുന്നവരുടെ മേൽ കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കും. റോമ 2:4-9 അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ദൈവത്തെ ധിക്കരിക്കുന്നവർ, ഇപ്പോൾ ദൈവവചനത്തെ പുച്ഛിച്ചു തള്ളുന്നവർ, ഇപ്പോൾ ദൈവത്തിൻ്റെ വിളിയെ തിരസ്കരിക്കുന്നവർ ഇതാ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നിസ്സാരവൽക്കരിക്കുകയാണ്, അതിന് വിലയും കൊടുക്കുന്നില്ല. നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? അപ്പോൾ കർത്താവ് നമ്മോട് കരുണ കാണിക്കുന്നത് നമ്മെ അനുതാപത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയനിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വയ്ക്കുകയാണ്. അപ്പോൾ അവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ ഉണ്ടാകില്ല, ദൈവം അവരോട് കരുണ കാണിക്കില്ല. അങ്ങനെ ഒരു കാലമുണ്ട്, ഒരു സമയമുണ്ട്. എന്നാൽ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തിക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. അത് യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിലാണ്. ഇത് പുതിയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവചനമാണ്. അത് 1-ാം വരവിൽ പൂർത്തിയായിട്ടില്ല എന്ന് വളരെ വ്യക്തമല്ലേ? അപ്പോൾ ഇങ്ങനെ ആരുണ്ടെന്ന് ദൈവത്തിൻ്റെ മുൻപിലെ സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് നമ്മളിപ്പോൾ കേട്ട, നമ്മെ വിളിക്കുന്ന സദ്വാർത്തയിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിൻ്റെ നിത്യമഹത്വവും യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പെടലിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന നിത്യമഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. വളരെ കൃത്യമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. ആർക്ക് നിത്യജീവൻ ലഭിക്കും? സ്വാർത്ഥമതികളായി സത്യത്തെ അനുസരിക്കാതെ, രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ കോപത്തിനും ക്രോധത്തിനും പാത്രമാവും ദൈവപുത്രൻ മഹത്വത്തോടെ വെളിപ്പെടുമ്പോൾ. അങ്ങനെ രക്ഷയും ശിക്ഷയും നൽകാൻ, നിത്യജീവനും നിത്യശിക്ഷയും നൽകാൻ ദൈവത്തിൻ്റെ ഏകജാതൻ 2000 വർഷം മുമ്പ് ഈ ഭൂമിയിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ച് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് പുനരുത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതു ഭാഗത്തിരുന്ന ദൈവത്തിൻ്റെ ഏകജാതൻ യേശു ക്രിസ്തു വീണ്ടും ശരീരം ധരിച്ചു വന്ന് ഈ വചനങ്ങൾ പൂർത്തിയാകാൻ ഈ ഭൂമിയിൽ വീണ്ടും വന്നു കഴിഞ്ഞു എന്ന നിത്യരക്ഷയുടെ സദ്വാർത്ത യേശയ്യാ പ്രവാചകൻ നമ്മെ അറിയിച്ചു കഴിഞ്ഞു. അതാണ് ഈ വചനങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതിൻ്റെ അനിവാര്യതയും ഈ വചനങ്ങൾ പറയുന്ന കാര്യങ്ങളുടെ ഗൗരവവും നാം തിരിച്ചറിയാൻ നാം അറിയേണ്ട കാര്യം. സ്വാർത്ഥമതികളായി സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ കോപത്തിനും ക്രോധത്തിനും പാത്രമാകും. തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ക്ലേശവും ദുരിതവും ഉണ്ടാവും. അപ്പോൾ ദൈവം കരുണാമയനാണ്, ദൈവം സ്നേഹമാണ് എന്ന് മാത്രം കരുതി ദൈവത്തിൻ്റെ വിളിയും ദൈവത്തിൻ്റെ വാക്കും ശ്രദ്ധിക്കാതെ
അനുതാപത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുമ്പോൾ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവവചനത്തെയും ദൈവത്താൽ അയക്കപ്പെട്ടവരെയും പുച്ഛിച്ച് പരിഹസിച്ച് ദൈവത്തിൻ്റെ വാക്കുകളെ ധിക്കരിച്ച് ദൈവത്തോട് മല്ലടിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ കരുണ ഉണ്ടായിരിക്കില്ല. അപ്പോൾ വചനത്തിലുടനീളം നമ്മൾ കണ്ടു, ദൈവം ആ ലോകത്തോട്, ദൈവം അവരോട്, ദൈവത്തോട് മത്സരിച്ചവരോട് കരുണ കാണിച്ചില്ല. സ്വശക്തിയിൽ വിശ്വസിച്ച് ദൈവത്തോട് മത്സരിച്ച പുരാതന മല്ലന്മാരോട് അവിടുന്ന് കരുണ കാണിച്ചില്ല. ദൈവത്തോട് ധിക്കരിച്ച മാലാഖമാരോട് അവിടുന്ന് കരുണ കാണിച്ചില്ല. നോഹയുടെ കാലത്ത് ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ച, ദൈവം അനുദപിക്കാൻ അവസരം കൊടുത്തിട്ടും അത് തള്ളിക്കളഞ്ഞ, ദൈവത്തിൻ്റെ താക്കീത് നൽകിയവനെ പുച്ഛിച്ച ആ ജനത്തോട് ദൈവം കരുണ കാണിച്ചില്ല. ലോത്തിൻ്റെ കാലത്ത് ദൈവത്തോട് മറുതലിച്ച ആ ദുഷ്ടരോട് അവിടുന്ന് കരുണ കാണിച്ചില്ല. നാശത്തിന് ഒഴിഞ്ഞിട്ട് പാപം മൂലം തൂത്തെറിയപ്പെട്ട ജനത്തോട് അവിടുന്ന് കരുണ കാണിച്ചില്ല. കലാപത്തിന് അണിനിരന്ന 6 ലക്ഷം ദുർവാശിക്കാരോട് മരുഭൂമിയിൽ വെച്ച് അവിടുന്ന് കരുണ കാണിച്ചില്ല. അപ്പോൾ ദൈവത്തെ അനുസരിക്കുകയും കേൾക്കുകയും അവിടുത്തെ മുൻപിൽ എളിമയുള്ളവരായിരിക്കുകയും ചെയ്യുന്ന, ദൈവത്തിൻ്റെ വാക്കുകളും ദൈവത്താൽ അയക്കപ്പെട്ടവരെയും സ്വീകരിക്കുന്ന ദൈവമക്കളോട് കരുണ കാണിക്കുന്ന ദൈവം ഇതാ ഒരു കരുണയും നൽകാതെ ശിക്ഷയും നൽകുന്ന സമയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് നമുക്ക് ചെവി കൊടുക്കാം, ദൈവത്തിൻ്റെ വാക്കുകൾ തിരിച്ചറിയാം, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തിരിച്ചറിയാം. മനസ്സിൻ്റെ കാഠിന്യവും ഹൃദയ കാഠിന്യവും ദൈവത്തിൻ്റെയും ദൈവവചനത്തിന് മുമ്പിലുള്ള എല്ലാ അഹങ്കാരവും എല്ലാ താൻ പോരിമയും മാറ്റിവെച്ച് ദൈവത്തിനും ദൈവത്തിൻ്റെ വാക്കുകൾക്കും ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കും ദൈവം അയക്കുന്നവർക്ക് മുൻപിൽ നമുക്ക് നമ്മളെ തന്നെ ചെറുതാക്കിയാൽ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ചേതോഹരമായ രക്ഷ ദൈവപുത്രൻ എംപറർ ഇമ്മാനുവേൽ മഹത്വത്തോടെ വെളിപ്പെടുമ്പോൾ അവൻ നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കുള്ള ഈ വിളിക്ക് ചെവി കൊടുക്കാൻ ഓരോ ദൈവമക്കളെയും ദൈവം പ്രചോദിപ്പിക്കട്ടെ, അവിടെ കാതുകളെ അവിടുന്ന് തുറന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും അവിടുത്തെ രക്ഷയിലും അവിടുത്തെ നീതിപൂർവമായ വിധിയിലും അത്യുന്നതനായ പിതാവ് എന്നും എന്നേക്കും മഹത്വപ്പെടട്ടെ. ആമേൻ.